ഹലോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മൈസൂരിലെ ജഗൻ മോഹൻ പാലസ് മ്യൂസിയത്തിലാണ് പോകുന്നത്. അപ്പോൾ പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് മെയിനായിട്ടുള്ള മൈസൂർ പാലസിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക്സ് ഒക്കെ വരുമ്പോഴത്തേനും രാജാവും രാജ കുടുംബാംഗങ്ങളും ഒക്കെ വന്ന് താമസിച്ചിരുന്നത് ഈ ഒരു പാലസിലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതൊരു മ്യൂസിയം ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു മ്യൂസിയത്തിൽ ഒരുപാട് കളക്ഷൻസ് ഓഫ് റോയൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. മെയിനായിട്ട് പെയിൻറ്റിങ്സ്, ആർട്ട് വർക്ക്സ്, അതുപോലെ അവർ യൂസ് ചെയ്തിരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ആയുധങ്ങൾ, അതുപോലെ പല 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 വെറൈറ്റി ഓഫ് ആർട്ട് വർക്ക്സാണ് ഇവിടെ കാണാനായിട്ടുണ്ടായിരുന്നത്. ഈവൻ ഒരു അരിമണിയിലുള്ള ചിത്രം വര അതുപോലും ഉണ്ട്. ഭയങ്കര എന്താ പറയുന്നത്, കാണാൻ നല്ല രസമുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പാലസിൻ്റെ പ്രത്യേകതയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം രാജാ രവിവർമ്മയുടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൈസൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചിത്രങ്ങളും അതുപോലെ അവരുടെ ഒരു ലിസ്റ്റ് വെച്ചിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാണാനും വളരെ നല്ലൊരു ആർക്കിടെക്ചറുള്ളൊരു പാലസാണ്. ഒരു 3 ഫ്ലോർസ് ആയിട്ടാണ് ഈ ഒരു പാലസ് വരുന്നത്. കണ്ടോ, ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഒരു രാജാവ് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സും വാച്ചും അദ്ദേഹത്തിൻ്റെ കണ്ണടയും ബാഡ്ജും പേനയൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്നു വരുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഇത് 3rd ഫ്ലോർ ആണെന്ന് തോന്നുന്നു, ജഗൻ മോഹൻസ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കൂടുതൽ ചിത്രങ്ങളായിരുന്നെങ്കിലും അവിടെ കണ്ടത് ഒരു വൈഡ് കളക്ഷൻ ഓഫ് റോയൽ ഫർണിച്ചേഴ്സ് ആയിരുന്നു. പല വെറൈറ്റീസ് ഓഫ് കസേരകളും സോഫ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര എന്താ പറയുന്നത്, റോയൽ ഫീലായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ മുമ്പോട്ട് നടക്കുമ്പോഴാണ് ഇതാ കാണുന്ന നമ്മുടെ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഇത് നേരിട്ട് കാണുമ്പോഴത്തേനും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മൾ പടങ്ങളിലും ഫോണിലൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന എന്തോ ടൈപ്പ് ഓഫ് ഗെയിംസ് ഒക്കെയാണ്. ഇപ്പോഴത്തെ ലൂഡോ പോലത്തെ പകിട എന്ന് പറയുന്ന സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വീണ, ഫ്ലൂട്ട്, പിന്നെ തബല, അങ്ങനെ സിത്താറ്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആർട്ട് ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചൊക്കെ എനിക്ക് പകർത്താൻ സാധിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഡു ഫോളോ മീ.